സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മൂവി റിവ്യൂ ആണ്. ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഇടുന്നുണ്ട്. ഞാൻ അത് വീഡിയോ എടുത്തില്ലായിരുന്നു, ഇന്നലെ സമയം കിട്ടിയില്ല. സോ ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ മൂവി എന്ന് പറയുമ്പോൾ ഹൃദയപൂർവ്വം. ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സമയം കിട്ടിയില്ല, ജോലി തിരക്ക് കാരണം. ഇന്നലെയാണ് ഫാമിലിയോടാണ് പോയത്. ആദ്യം ഞാൻ വിചാരിച്ചു ലോകയ്ക്ക് പോയാലോ എന്ന്, ബട്ട് അറിയാലോ ഫാമിലി, അവർക്ക് ചിലപ്പോൾ ആ ലോക എന്ന സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഞാൻ വിചാരിച്ചു എങ്കിൽ ഓക്കെ, ഫാമിലി ആയിട്ട് പോകുന്നല്ലേ, ഹൃദയപൂർവ്വത്തിന് പോകാമെന്ന് കരുതി. അങ്ങനെ ഹൃദയപൂർവ്വത്തിന് പോയി. അതിന് മുമ്പ് ഞാൻ കുറച്ച് പേരുടെ റിവ്യൂ കണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോയി കാണുമെന്നറിയാം, പക്ഷേ ഫസ്റ്റ് ഡേ പോയി കാണാൻ പറ്റാത്തത് കൊണ്ടും എക്സൈറ്റ്മെൻറ്റ് കാരണവും ഞാൻ എന്ത് ചെയ്തു, റിവ്യൂ എടുത്ത് കണ്ടു. ഈ റിവ്യൂ എടുത്ത് കണ്ടപ്പോൾ ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട്സാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ ഇഷ്ടംപോലെ ആൾക്കാർ ഇടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അറിയാലോ, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോസ്റ്റുകളായിരിക്കും മൊത്തം. പ്രത്യേകിച്ചൊരു മോഹൻലാൽ സിനിമ. അപ്പം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഫീൽ, അതായത് ആ ഒരു ഇതും കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് ചെന്നിട്ട് ആ ഒരൊറ്റ മീൻസ് ഈ പോസ്റ്ററെല്ലാം കണ്ടതെല്ലാം എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. ആ ഒരു മൈൻഡ് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ടത്. സിനിമ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുവാ, എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്ര എത്തിയില്ല. മീൻസ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, പക്ഷേ ഞാൻ ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അതിൽ നിന്നൊരു വലിയൊരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടാൽ. കാരണം എന്താണ്, ഞാൻ റിവ്യൂസ് ഒന്നും കണ്ടില്ല. റിവ്യൂസ് കണ്ട് പോയത് കൊണ്ടായിരിക്കാം, മേ ബി ഞാൻ ആ ഒരു മൈൻഡിൽ പോയി കണ്ടത് കൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല എനിക്ക്. സോ ബാക്ക് ടു പറയുകയാണെങ്കിൽ, ലാലേട്ടൻ നമ്മുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളി തന്നെയാണ്. അതിൽ ഒരു സത്യൻ അന്തിക്കാട് പടം നിങ്ങൾക്കറിയാമല്ലോ. സത്യൻ അന്തിക്കാടിൻ്റെ പടം എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് അറിയാം. അതായത് ഒരു മാസ് ബീജമില്ല, ഒരു മാസ് എൻട്രി ഇല്ല, ഒരു വലിയ ഫൈറ്റൊന്നുമില്ല, അങ്ങനത്തെ ഒരു സാധാ ഒരു സിനിമ. നിങ്ങൾ അങ്ങനെ പോയി കാണാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ അതിൽ. അതായത് കഥയൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലോട്ടാണ് കഥ. ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവി. അതും ഞാൻ പറയുന്ന എത്രയും വേഗം പോയി കാണുക. OTT വന്ന് കണ്ട മിക്കവാറും OTT വരുമ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. അതായത് ഇത് കണ്ടിട്ടാണോ നിങ്ങൾ അടിപൊളി സിനിമ എന്ന് പറഞ്ഞത്, അറിയാലോ മറ്റേ വർഷങ്ങൾക്ക് ശേഷം അത് ഒരു ഭയങ്കര തരംഗം ഉണ്ടാക്കിയ സിനിമയാണ് തിയേറ്ററിൽ. അത് OTT വന്നപ്പോൾ നേരെ തിരിച്ചായി. ഈ ഒരു പൊട്ടപ്പടം കണ്ടിട്ടാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എന്ന രീതിക്കൊക്കെ ആയി കമൻറ്റുകൾ. ഒരുപാട് റിവ്യൂവേഴ്സ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയാലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അടിപൊളി സിനിമയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ കാര്യം. അത് OTT വന്നപ്പോൾ നേരെ തിരിച്ചായി. മേ ബി ഈ സിനിമ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ മേ ബി ബോറടിക്കാം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ബോറടിക്കാം മേ ബി. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഇരുന്ന് കാണുമ്പോൾ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് വേറൊരു ആംബിയൻറ്റും, നമ്മുടെ കംഫർട്ട് സോണിൻ്റെ അകത്തിരുന്ന് കാണുമ്പോൾ അത് മറ്റൊരു ആംബിയൻസുമാണ്. അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും OTT വരുമ്പോൾ ഇത് മേ ബി പലർക്കും ഒരു ബോറിംഗ് സിനിമയായിട്ട് തോന്നാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമൽ ഡേവിസ്, സംഗീത്, അങ്ങനെ ഒരു ക്യാരക്ടർ അതിലില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് ലാലേട്ടനെന്നല്ലാതെ മറ്റൊരു സാധനം ഇല്ലായിരുന്നു അതിൽ. ആ സംഗീതം കൂടെ ഇല്ലായിരുന്നു. ഉറപ്പായിട്ടും സംഗീത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നല്ലപോലെ സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഓരോ സ്ഥലത്തുള്ള ഓരോ കോമഡീസ് ആയാലും എക്സ്പ്രഷൻസ് ആയാലും ഓരോ ആക്ടിവിറ്റീസ് ആയാലും നല്ലപോലെ ആ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ബോറടി ഇല്ലാതെ കൊണ്ടുപോകാൻ സംഗീത് എന്ന ആ ഒരു ക്യാരക്ടർ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. സംഗീതിൻ്റെ ക്യാരക്ടർ ആകെ എനിക്ക് ആ രണ്ട് സാധനങ്ങളാണ് അതിൽ ഇഷ്ടപ്പെട്ടത്. ഒന്ന് ലാലേട്ടൻ, രണ്ട് സംഗീത്. രണ്ടുപേരും നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നടിയുടെ കാര്യം എനിക്ക് എവിടേക്കോ കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നി ചിലതൊക്കെ. പിന്നെ എസ്പെഷ്യലി അതിൻ്റെ അകത്ത് ഫുൾ പാസമാണ്, കണ്ടവർക്കറിയാം. പാസമുണ്ട്, നല്ല രീതിക്ക് പാസമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആദ്യമൊക്കെ ഓക്കെ, ഒരു 2-3 തവണ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്തോ ഇത് ഇപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നും. പിന്നെ ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ ആ കഥയ്ക്ക് അതൊരു ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ഓക്കെ, ഫൈനാണ്. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ അതായത് ആ ഒരു സിനിമ കണ്ട് നടി വന്നപ്പം തൊട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുമായിരുന്നു, ഒരു റൊമാൻറ്റിക് ട്രാക്ക് വരല്ലേ വരല്ലേ എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ റൊമാൻറ്റിക് ട്രാക്ക് വരും ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് പാട്ടിൽ
അതായത് ലാലേട്ടൻ അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഈ ഇത്രയും പ്രായം കുറവായിട്ടുള്ള ഒരു ആക്ട്രസും കൂടെ ആയപ്പോൾ സീ എന്താ പറയാ, എനിക്കത് ഭയങ്കര ഒരു ബോറിംഗ് ഫീൽ ആയിട്ട് തോന്നി. മറ്റൊന്നുമല്ല, ഒരു റിയൽ ലൈഫിൽ നിന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ, ക്യാരക്ടർ എന്ന രീതിയിലല്ല, റിയൽ ലൈഫിൽ നിന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി. അതായത് അങ്ങനെ ഒരു ട്രാക്ക് വേണ്ടായിരുന്നു, റൊമാൻറ്റിക് ട്രാക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി. അതായത് ആദ്യമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അങ്ങനെ അതിലോട്ട് പോവല്ലേ എന്ന്. അതെന്തായാലും അങ്ങോട്ട് തന്നെ പോയി ആ ഒരു 5 മിനിറ്റിൽ ഒതുക്കി. പക്ഷേ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ഭയങ്കര നെഗറ്റീവ് പറയുന്നതൊന്നുമല്ല. കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സിനിമ നല്ല സിനിമയാണ്. നല്ലൊരു ചെറിയൊരു കഥയുണ്ട്. ആ ഒരു കഥ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു കഥയാണ്. അവസാനം കണ്ടവരില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോ. ഇതിൽ സ്പോയിലേഴ്സ് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. സ്പോയിലറായിട്ടൊന്നുമില്ല, പക്ഷെ അതിൽ വരുന്നൊരു ക്യാരക്ടറാണ് അവസാനം മീര ജാസ്മിൻ. മീര ജാസ്മിനുമായിട്ട് റൊമാൻസ് വന്നിരുന്നെങ്കിലും പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ലാലേട്ടനോടൊപ്പം റൊമാൻസ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ എത്രയൊക്കെ പ്രായം കുറച്ച് കാണിച്ചാലും നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു അതിലൊരു 45 50 വയസ്സിനകത്താണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ആ സ്ക്രീനിലൊക്കെ, വലിയ സ്ക്രീനിലൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ മനസ്സിലാവും പുള്ളിക്കാരൻ അതിനേക്കാളും പ്രായം തോന്നിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു ആ ഒരു എറ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. അപ്പം ഇപ്പം ലൂസിഫർ പോലത്തെ ഒരു പടത്തിൽ പുള്ളിക്കാരൻ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ ഇത്ര ഏജ്ഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ എന്താ പറയാ, ഇതിലോട്ട് വരുമ്പോൾ ഏജ് കുറച്ച് കാണിച്ചിട്ട് റൊമാൻറ്റിക്കും കൂടെ കുത്തിക്കയറ്റിയപ്പോൾ എനിക്കതെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് കുളമാക്കുന്നില്ല. ബാക്ക് ടു ദ ടോപ്പിക്. മീര ജാസ്മിൻ, ഞാൻ പറഞ്ഞല്ലോ, മീര ജാസ്മിനും അവസാനം ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി ഇങ്ങനെ മഴയത്ത് വന്ന് അവസാനം വന്ന് നിൽക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, തീരുന്നു, അത്ര തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോയി കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടാൽ നല്ലൊരു പടം തന്നെയാണ്. OTTയിൽ വരാൻ കാത്തു നിൽക്കരുത്, തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ കാലത്തും പ്രിന്റ് കാണുന്നവന്മാരെ പിറന്നലയിട്ട് അടിച്ചു വിടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഈ കാലഘട്ടത്തിൽ ഇത്രയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഉള്ള ഈ കാലഘട്ടത്തിൽ പ്രിന്റ് ഇരുന്ന് കാണുന്നവന്മാർ വെറും പൊട്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ കാണാതിരിക്കുക. നിങ്ങൾ ഒന്നുകിൽ തിയേറ്ററിൽ പോയി കാണുക, അല്ലെങ്കിൽ OTT വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം പണ്ടത്തെ പോലെ ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. മേ ബി ഈ 1 മാസം 2 മാസത്തിനകത്ത് ചിലപ്പം ഫോണിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത്രയ്ക്ക് ക്ഷമയില്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ചുമ്മാ ഇരുന്ന് ഈ ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ ഒന്ന് മാനിക്കാൻ ഒന്ന് ശ്രമിക്കുക. കാരണം ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ അതിൽ പോയി ചാടുന്നത്? എന്തിനാണ് അത് കണ്ടിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സൗണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സൗണ്ടിലായിരിക്കും നമ്മളതിരുന്ന് കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണാതിരിക്കുക. ആരെങ്കിലും കണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളും കൊടുക്കും, അപ്ലോഡ് ചെയ്തവനും കൊടുക്കും, എല്ലാവരും കൊടുക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തോന്ന് അറിയില്ല. പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് എന്തെങ്കിലും മിസ് ഔട്ട് ആയോ എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ അതിൽ സിദ്ദിഖുണ്ട്, നമ്മുടെ ലാലു അലക്സ് ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ ആ ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുവാ, നടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചവരായാലും പണ്ടത്തെ സിനിമയിലെ കൊണ്ട് പുള്ളിക്കാരുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട് അങ്ങിറങ്ങുക, അത്ര തന്നെ. കൂടുതൽ മാസൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ലാലേട്ടൻ്റെ ഒരു സിമ്പിൾ ഇൻട്രോ ആണ്. ഒരു ബീജവും ഇല്ല, ഒരു മാസ് എലമെൻസും ഇല്ല, ഒന്നുമില്ല. സത്യൻ അന്തിക്കാട് എങ്ങനെയാണ് പല സിനിമയിലും നടന്മാരെ അവതരിപ്പിക്കുന്നത് ആ രീതിക്ക് തന്നെയാണ് മോഹൻലാൽ സാറിനെ ഇവിടെ അവതരിപ്പിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മാസമൊന്നും പ്രതീക്ഷിച്ച് പോകരുത്, പ്രത്യേകിച്ച് ഫാൻസ്. ഇപ്പോൾ ഫാൻസുകളെല്ലാവരും കണ്ടു കാണും. ഇനി കാണാൻ പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി ആയിട്ട് ഓണമായിട്ട് പോയിരുന്ന് കണ്ട് ഒരു തൃപ്തി അടഞ്ഞ സിനിമ കണ്ട് ഇറങ്ങാം, അത്ര തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ